ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് വണ്ടിക്ക്, അതേപോലെ തന്നെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, സീറ്റ് ഓവർ മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്താനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ് ആവണ്ടായില്ല, സെൽഫിലും സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല, കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ കിക്കർ അടിക്കുന്ന സമയത്ത് കംപ്രഷൻ കുറവായിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് വണ്ടി കിക്കർ താന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രോബ്ലം വരുന്നത് എഞ്ചിൻ ഹെഡിനകത്ത് കരിയുടെ അളവ്, കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ്. അത് നമുക്ക് തൽക്കാലം പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിലവിൽ നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടായി കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ വണ്ടിക്ക് കംപ്രഷൻ ലീക്ക് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക് കേട്ടോ. അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ വണ്ടി ഓടി വന്ന് നമ്മളിപ്പോൾ ഒരു സിഗ്നലിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. പിന്നെ സ്റ്റാർട്ട് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ലക്ഷണം വരാം. അത് തുടരെ കാണിക്കുകയാണെങ്കിൽ ഹെഡ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് കരി കൂടുതൽ വരുമ്പോഴാണ് ആ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാം. അപ്പം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിലുണ്ട്. പിന്നെ അത് കൂടാണ്ട് സെൽഫ് അടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് ഓൾറെഡി ബാറ്ററിയുടെയാണ്, ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സർവീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പറയാം. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോറി ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്, പരമാവധി അഡ്ജസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ചെക്ക് ചെയ്തു. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്ലേ മൈന്യൂട്ടായിട്ടുണ്ട്, പക്ഷേ നമുക്കതൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സ്റ്റേജിലേക്ക് ആയിട്ടില്ല. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി നല്ല ടയറാണ് ഉപയോഗിക്കാനുണ്ട്. ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് തന്നെ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. എന്നാൽ തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല. ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡ് അഴിക്കുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അത് ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. ക്ലച്ച് യൂണിറ്റാണ് അതിൻ്റെ മെയിനായിട്ട് വേരിയേറ്റർ ബോഡി, ബോസ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. നമുക്കതിൻ്റെ ഈ ഒരു ബുഷ് മാത്രം, ഈ ബുഷ് മാത്രമാണ് ഇച്ചിരി പ്ലേ ആയിട്ട് കാണുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബാക്കി ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ നമുക്കതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, വേറെ ഡാമേജ് ഒന്നുമില്ല. അപ്പോൾ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ആക്കുക. അതാണ് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു ഉറക്കട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. ഹെഡിനകത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, ഈ 2 കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും. കാരണം ചെറിയ പ്ലേ, കേബിളിന് ടൈറ്റ് അല്ല, പക്ഷേ ആക്സിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്ലേ കുറവായിട്ടുണ്ട്. അപ്പോൾ അത് ഈ തവണയും കൂടി നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഈ സൈഡിൽ ഇത് ഫ്രണ്ട് കവറിൻ്റെ അടിയിൽ വരുന്ന കവറാണത്, മൊത്തം പൊട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. കാരണം അത് 2 സ്ക്രൂമേണ് അത് നിൽക്കണേ. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ബോഡി ആ കിറ്റിൻ്റെ അകത്ത്, ആ കിറ്റിൻ്റെ ലോക്കിനകത്ത് ഉടക്കി നിൽക്കണമെന്നാണ് ഏറ്റവും നിൽക്കണേ. മൊത്തം പൊട്ടിപ്പോയേക്കാണ്. പക്ഷേ ഐറ്റം ഓൾറെഡി നമുക്ക് സ്റ്റോക്കിലുള്ള ഐറ്റം അല്ലത്, ഫൈബർ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ ബുക്ക് ചെയ്ത് എടുക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് അത് മാറ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെയ്തിടാം. എന്തായാലും പൊട്ടിയിരിക്കുകയാണ്, എന്തായാലും വലിയ താമസിച്ചാണ്ട് നമുക്കത് മാറ്റേണ്ടി വന്നേക്കും. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബുഷിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്, അത്യാവശ്യം ഓവലായിട്ടുണ്ട്. അതേപോലെ ലിങ്കിൻ്റെ ബുഷ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് മാത്രം മാറ്റി നമുക്ക് തൽക്കാലം അത് ഗ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ബുഷിൻ്റെ ഭാഗം ക്ലിയർ ആയിക്കോളും. ഫ്രണ്ട് ബുഷായാലും ഗ്രീൻ ബുഷും ലിങ്ക് ബുഷിൻ്റെ കോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ബ്രേക്ക് കേബിൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഔട്ടർ പൊട്ടൽ കാണിച്ചിട്ടുണ്ട്, ഔട്ടർ വലിച്ചിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് കേബിളിൻ്റെ നല്ലൊരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കിടന്ന് ഓടുന്തോറും അത് കൂടുതൽ ടൈറ്റ് വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ കൈയോടെ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ യൂസ് ചെയ്യാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ വൺ സൈഡ് നമുക്ക് തേമാനം ഒരല്പം വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോണ്ടോന്ന് അറിയില്ല, ഏകദേശം ഒരു 30-40 കിലോമീറ്റർ വേഗതയൊക്കെ ആയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഷിവറിങ്, ഒരു വെട്ടൽ പോലെ ഫീൽ ചെയ്യും. അത് ഈ ടയറിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ടയർ മാറ്റിയിട്ടാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്കിലത്തെ ടയറാണ് തീരുള്ളൂ. അപ്പോൾ ബാക്ക് ടയറിലേക്ക് ഈ
ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്ത് ഇടുന്ന ടയർ പുതിയത് ഫ്രണ്ടിലിടാനായിട്ട് നോക്കുക. അപ്പോൾ ആ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും. ചെറിയൊരു വെട്ടൽ ടയർ മാറ്റാതെ മാറില്ല. നിലവിൽ ഓൾറെഡി ടയറിൻ്റെ ഏകദേശം ഒരു 90% ലൈഫ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വെട്ടലുണ്ട്. അത് കംപ്ലയിൻ്റ് ആയിട്ട് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് അത് ഇൻഫോം ചെയ്തു എന്നുള്ളൂ. അത് ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയ്ക്ക് ആയിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹാൻഡിലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു കൈ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഇങ്ങനെ ഷിവർ ചെയ്യണമായിട്ട് നമുക്ക് ശരിക്കും അനുഭവപ്പെടും. അത് ടയറിൻ്റെ ആണ് കേട്ടോ. അത് മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഓൾറെഡി ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. അതായത് 2023 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷം കംപ്ലീറ്റ് ആയി, 3-ാം വർഷത്തിലേക്ക് കടന്നേക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ 12.60 ആ റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യണതിന് തടസ്സം ഉണ്ടാവില്ല. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക് ആംബിയർ വേണം. അപ്പോൾ നമ്മൾ ഒരു ആംബിയർ ടെസ്റ്റ് ഇവിടെ നടത്തിവിടാണ്. അപ്പോൾ നോർമൽ നമുക്ക് 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് വരും. അത് മാറ്റി വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് പോകുന്നത് 4 വോൾട്ടിലേക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി നമുക്ക് ഒരു കാരണവശാലും ചാർജ് ചെയ്താൽ പോലും നമുക്കത് ക്ലിയറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഈ മൂളിച്ച മാത്രമേ കാണിക്കുകയുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ ആ ടൈമിംഗ് ആയി വരുമ്പോൾ സ്റ്റാർട്ട് ആവും എന്ന് മാത്രം. അപ്പോൾ ക്ലിയറായിട്ട് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ആണ് സെൽഫ് എടുക്കാത്ത പ്രശ്നം. സെൽഫ് സ്റ്റാർട്ട് പക്കയായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി നമ്മൾ പുതിയത് വെച്ചാലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ആയാലും ജസ്റ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. കൂട്ടത്തിക്കട നമുക്ക് പൊല്യൂഷൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷനും നമ്മൾ കൂട്ടത്തിക്കട എടുത്ത് വിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോകാം. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ആ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും കൂടി നമ്മൾ കൂട്ടത്തിക്കട മാറ്റിയിടണം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അതും ആ ലിങ്ക് ബുഷിൻ്റെ ഉള്ളിലുള്ള കോളർ ബുഷ് മാത്രം നമുക്കൊന്ന് മാറ്റിയിടാം. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റാനുണ്ട്. ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, ബാറ്ററി നമുക്ക് മാറ്റിയിടാനുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു വി ബുഷ് ചേഞ്ച് ചെയ്തിടണം. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ മാറ്റാനുണ്ട് കേട്ടോ. പിന്നെ പൊല്യൂഷൻ എടുക്കണം, സർവീസ് വർക്കാണ്. അപ്പോൾ അത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും. ഏകദേശം നമുക്കൊരു 6:30-7 മണിയൊക്കെ ആകും വർക്ക് തീർന്നു വരുമ്പോഴത്തേക്കും. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ പരമാവധി നേരത്തെ നമുക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം.